ചേർത്തലയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. നാളെ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെബാസ്റ്റ്യൻ്റെ വീടും പരിസരവുമെല്ലാം തന്നെ നാളെ പരിശോധിക്കുകയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു പരിശോധന ഇതായിരിക്കും. ഇത് പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ വീടും അതിൻ്റെ പരിസരങ്ങളുമെല്ലാമാണ്. ഈ വീട്ടിൽ തന്നെ വളരെയധികം നിഗൂഢതകളുടെ ഒരിടം എന്ന രീതിയിൽ തന്നെയാണ് പരിസരത്തുള്ളവരെല്ലാം തന്നെ ഇതിനെ പറയുന്നത്. കാരണം വല്ലപ്പോഴും ഇവിടേക്ക് എത്തുക, ഇയാൾ പലപ്പോഴും ഇതിനെ അവിടേക്ക് വരാറുണ്ട് എന്നെല്ലാം തന്നെ പറയുന്നു. ഈ പരിസരം ആകെ കാട് പിടിച്ച് കിടക്കുന്ന, ഇതിനകത്ത് നിരവധി കുളങ്ങളുള്ള, അങ്ങനെ ആ പരിസരത്തുള്ളവരാരും തന്നെ ഇങ്ങോട്ട് വരാത്തൊരിടമാണ് ഇത്. ഇതിനകത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് ഒരു കുഴിക്കകത്ത് നിന്ന് അസ്ഥികൾ കരിഞ്ഞ രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അത് മനുഷ്യൻ്റെ അസ്ഥികൾ എന്നതടക്കം സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവ് എന്ന രീതിയിലെല്ലാം തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ DNA പരിശോധനയടക്കം നടത്തേണ്ടതുണ്ട്. നിലവിൽ ജൈനമ്മ, അതോടൊപ്പം തന്നെ ബിന്ദു പത്മനാഭൻ, ഒപ്പം ഐഷ, ഈ 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ബിന്ദു പത്മനാഭൻ്റെ സ്വത്തുവകകൾ തട്ടിയെടുത്ത് എന്നുള്ളത് പരാതിയിൽ ഇയാൾ 1-ാം പ്രതിയാണ്. അത് വളരെ നേരത്തെ 2016 രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളൊരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ 4 കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് 2024 ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് വരുന്നത്. അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷനൊക്കെ അവസാനം ഇവിടെയാണ് എത്തിയത്. ആ അന്വേഷണമാണ് പിന്നീട് ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തിലേക്ക് വരുന്നത്. പിന്നീട് 3-മതൊരാൾ കൂടി ഐഷ, അവരെ കാണാതായത് കൂടി ഈ കേസിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാണാതായലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും കൃത്യമായൊരു പങ്ക് ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പരിസരത്ത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ അത് നിലനിൽക്കുകയാണ്. ഇവിടെ ആളുകൾ, ഈ പരിസരവാസികളും അത് തന്നെ പറയുന്നുണ്ട്. ഇയാളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും നേരത്തെയും തന്നെ ഇവിടെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. കോർട്ട് ഓർഡർ പറയാൻ സെർച്ചിന് വന്നത്. സെർച്ചിന് വന്നകത്ത് കയറി പരിശോധിച്ച് അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളെ കോണ്ടം കിടക്കുന്നത്. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിൽ പിന്നെ ഒരു ഓഫീസർ എടുത്തിട്ട് എന്താണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഈ പണി നിർത്തിയിട്ടില്ലെന്നോട് ചോദിച്ചു. അപ്പോൾ അവൻ വളരെ കാരണം ഇപ്പോഴത്തെ ഒരു ഭാഗത്തിന് അന്ന് നിസ്സംഗനായത് കേട്ട് നിന്നാലുണ്ട്. വീടൊന്ന് വൃത്തിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അന്ന് സുരേഷ് എന്ന് പറഞ്ഞ് ചോദിച്ചു ക്രൈംബ്രാഞ്ചിൽ നിന്ന്. പുള്ളി വെച്ച് തരുന്ന നിനക്ക് ഒന്ന് വൃത്തിയായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പിന്നെ സാർ പറഞ്ഞ സാറിനായിരുന്നു സാർ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരുന്നത്. വീട് ഇതിനേക്കാൾ കഷ്ടമാണ് അവിടെ ഏറ്റുമാനൂർ. ഒരു വൃത്തിയില്ല. അപ്പോൾ കുറേയൊക്കെ എടുത്തായിരുന്നു. അവർക്ക് കിട്ടിയെന്നൊരു ഫോണാണ്. സാധാരണ നമ്മൾ പിന്നെ മാനുവലായിട്ട് ഉപയോഗിച്ചിരുന്ന ഫോൺ. അതിൻ്റെ ഒരു സിമ്മൊന്നും ഇല്ലായിരുന്നു. സെർച്ചിൽ കിട്ടിയ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ നിനക്ക് അറിയില്ലാണെന്ന് ചോദിച്ചാൽ എൻ്റെതാണെന്ന് തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞു. പിന്നെ ഒരാൾ തപ്പിപ്പെറുക്കിയിട്ട് ഡയറിക്ക് എന്തൊരു പേപ്പറും എടുക്കുന്നുണ്ട്. ഒരു 1-2 മണിക്കൂർ അവിടെ നിന്ന് മൊത്തം വലിച്ചു പെറുക്കി പോവുകയും ചെയ്തു. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. നാളെ വീടും പരിസരവും തന്നെ കുഴിച്ച് അടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കും. ഇതിൽ ജിയോളജിസ്റ്റുകളുടെയും സാങ്കേതികത്വവും എല്ലാം തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൽ എവിടെയാണ്, ഈ വിശാലമായ പുരയിടത്തിൽ എവിടെയാണ്, എങ്ങനെയാണ് ഇയാൾ അതിനെ ആരെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പരിശോധനകൾ വേണം. അതുമാത്രവുമല്ല, വീടിൻ്റെ ഈ തറയോടുകളടക്കം ഈ അടുത്ത കാലത്താണ് ഇയാൾ അതിൽ നിന്ന് മണ്ണ് മാറ്റി, ഒപ്പം തന്നെ അവിടെ പുതിയ ടൈലുകളെല്ലാം തന്നെ പാകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ കുഴിച്ചു മാറ്റി പരിശോധിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരിടപെടൽ തന്നെയായിരിക്കും ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലെ വഴിത്തിരിവാകും നാളത്തെ തെളിവെടുപ്പ് എന്ന് തന്നെയാണ് കരുതുന്നത്. പള്ളിപ്പുറത്തുനിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, News 18.